Nadodi Gold and Diamonds, Mavur, Puvattuparambு. Ruchi Restaurant. Let the food speak. വളപ്പിൽ കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മാവൂർ. എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ചാരിറ്റി രംഗത്ത് ശ്രദ്ധേയമായ നിരവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡിഗ്നിറ്റി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഗ്രാൻഡ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മാനവികത, കരുതലും കാവലും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ചെറുപ്പ അലയൻസ് അറീന ടർഫിൽ നടത്തിയ സംഗമത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. DCF നടത്തുന്ന രണ്ടാമത്തെ ഇഫ്താർ സംഗമമാണിത്. 600ഓളം പേർ സ്നേഹവിരുന്നിൽ പങ്കാളികളായി. 60ഓളം പേർ മെമ്പർമാരായുള്ള ചാരിറ്റി സംഘടന പാർപ്പിടം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലക്ക് ഊന്നൽ നൽകി പ്രവർത്തിക്കുകയാണ്. ഇതിനകം 20 ലക്ഷത്തിലേറെ രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടന നടത്തി കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉമ്മർ മാസ്റ്റർ ചെറുപ്പ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP അഹമ്മദ്, പഞ്ചായത്ത് അംഗം അഷ്റഫ് കരിയേരി, ബഷീർ മാസ്റ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷാഫി, മാവൂർ പ്രസ് ഫോറം സെക്രട്ടറി KM അബ്ദുറഹിമാൻ, സലാം മാവൂർ, അബ്ദു ചെറുപ്പ, ഇബ്രാഹിം കോയ, അബ്ദുസമദ്, അസ്ഹറുദ്ദീൻ, അബ്ദുറഹിമാൻ M, സലാം VK എന്നിവർ പങ്കെടുത്തു. KC മുഹമ്മദ് ഫൈസി പ്രാർത്ഥന. നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള സകല ആളുകളെയും വിളിച്ചുകൊണ്ട് ഈ ഇഫ്താറിൽ അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഇഫ്താറിന്റെ നന്മകളും പുണ്യങ്ങളും മനസ്സിലാക്കുകയും അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഐക്യത്തിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഈ ഇഫ്താർ സംഗമത്തിന്റെ ഒരു ഉദ്ദേശമാണ്. എല്ലാവരുടെയും പിന്തുണ, കാരണം നാട്ടുകാരായാലും എല്ലാത്തോടായാലും ജനപ്രതിനിധികളായാലും എല്ലാവരും ഭയങ്കര പിന്തുണ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം വെച്ചാല് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ 20 ലക്ഷത്തിന്റെ പുറത്ത് ഞങ്ങൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട്. DCF എന്ന ചാരിറ്റി സംഘടന 4 വർഷത്തോളമായി മാവൂർ ഗ്രാമപഞ്ചായത്തിലെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു പറ്റം കൂട്ടായ്മ, ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ചെയ്യാൻ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ സംഘടനക്കായിട്ടുണ്ട്. ചെറുപ്പ ആസ്ഥാനമായി വളരെ വിപുലീകരിച്ചിട്ടുള്ള ഒരു ഓഫീസ് കൂടി DCFനുണ്ട്. ഇന്നിവിടെ DCFന്റെ രണ്ടാമത്തെ വർഷത്തെ ഇഫ്താർ ആണ് ഇവിടെ നടക്കുന്നത്, ഗ്രാൻഡ് ഇഫ്താർ നടക്കുന്നത്. ഏകദേശം ഈ നാട്ടിലെ 600ഓളം പേര് പങ്കാളികളായിട്ടുള്ള വളരെ ഗ്രാൻഡ് ഇഫ്താറാണ് ഇവിടെ ഇപ്പോൾ നടന്നു കഴിയുന്നത്. വരുന്ന ഒരുപാട് കാലത്തേക്കുള്ള കർമ്മ പദ്ധതികൾ ഒരു വിഷൻ പോലെ, വിഷൻ 2028 എന്നുള്ള രീതിയിൽ DCF ആസൂത്രണം ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഈ നാട്ടിലെ തന്നെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതിയാണ്, 50 ലക്ഷം രൂപയുടെ കർമ്മ പദ്ധതിയാണ് DCF ആസൂത്രണം ചെയ്തു വച്ചിട്ടുള്ളത്. അതിൽ പാർപ്പിട സൗകര്യം ഒരുക്കുന്നതും പാവപ്പെട്ട യുവതികളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൽപ്പെടുന്ന ഓരോ വിഷയങ്ങളാണ്. അപ്പോൾ ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നത് കൊണ്ടാണ്, അവർ തരുന്ന ഊർജ്ജമാണ് DCFന് ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നതും ഇവിടെ ഇത്രമേൽ ഒരു പ്രവർത്തനത്തിൽ എത്താൻ കഴിയുന്നത്. ഈ പ്രവർത്തന മികവിൻ്റെ എല്ലാം കാരണം ഇതിൻ്റെ കൂട്ടായ്മയാണ്. ഏകദേശം 60ഓളം പേർ മെമ്പർമാരായിട്ടുള്ള സംഘടനയാണ് DCF. നിലവിൽ ഒരുപാട് രംഗത്ത് പ്രാതിനിധ്യം വരുത്തുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് DCF. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.